ഞാൻ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കൗൺസിലിംഗ് സെല്ല് തന്നെ ഉണ്ടാവും. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് സ്കൂൾസ് ആകട്ടെ, സർക്കാർ സ്കൂളാകട്ടെ, മാനേജ്മെൻറ്റ് കോളേജ് ആകട്ടെ, സർക്കാർ കോളേജ്, ഏത് കോളേജസ് ആയാലും സ്കൂൾസ് ആയാലും മികച്ച അഡ്മിനിസ്ട്രേഷൻ അവരുടെ കീഴിലാണ്, ഏറ്റവും നല്ല മേലധികാരികളുടെ കീഴിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നതൊക്കെ. കാരണം കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വിഭാഗത്തിൻ്റെ കൂടെ നമ്മൾ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹെക്ടിക് ടാസ്ക്കാണ്. അപ്പം എനിക്ക് ഒരേ ഒരിടത്തു നിന്നാണ് മറിച്ചൊരു അനുഭവം ഉണ്ടായത്. അപ്പം അവിടെ പോലും എന്ന് പറഞ്ഞാൽ മികച്ച മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ മികച്ച മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പറയാം. അവിടെ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ടുണ്ടായിരുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹത്തെ പറ്റി അവിടുത്തെ ഡയറക്ടറായിരുന്ന മാഡത്തിൻ്റെ പരാതി തന്നെ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനൊരു പരാതിയും കൂടി, കുട്ടികൾ എന്നോട് വന്ന് അദ്ദേഹത്തെ പറ്റി പറഞ്ഞതിൻ്റെ ഒരു പരാതി ഞാനും കൂടെ വെച്ചു. എൻ്റെ മാത്രം ഒരു പരാതിയല്ല, അന്നത്തെ അവിടുത്തെ ബർസാറായിരുന്ന അച്ഛൻ്റെ മുന്നിൽ ഒട്ടനവധി പരാതികളുടെ കൂടെ എൻ്റെ ഒരു പരാതിയും കൂടെ വെച്ചു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വീഡിയോസിലുണ്ടായിരുന്ന അധ്യാപികയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഈ ഗസ്റ്റ് അധ്യാപകൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യാപിക മാഡത്തിന് ഒരു എല്ലാ മനുഷ്യർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അവർ സമൂഹത്തിൽ എല്ലാ സെലിബ്രിറ്റികളും ഓരോ ഇൻ്റർവ്യൂസിലും അവസാനം വൈൻഡപ്പ് ചെയ്യുന്നത് അവരുടെ പേര് പറഞ്ഞാണെങ്കിൽ അവരൊരു നിസ്സാരക്കാരിയല്ല. പക്ഷേ ഈ അധ്യാപകനെ അവർ വല്ലാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. എനിക്ക് അയാളോട് വ്യക്തിവൈരാഗ്യമൊന്നുമില്ല. ഞാനും ഫ്രീലാൻസ് ചെയ്യുന്നൊരു കൗൺസിലറാണ്, പല കോളേജസിൽ ഫ്രീലാൻസ് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. അപ്പോൾ എൻ്റെ ഒരു പരാതിമേൽ ബർസാറ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു നടപടിക്ക് മുതിരില്ല. പക്ഷെ അത് മനസ്സിലാക്കാൻ ഈ അധ്യാപിക തയ്യാറായില്ല. പറഞ്ഞു വിട്ട അധ്യാപകന് ഇല്ല അത്രയും വൈരാഗ്യം എന്നോട്. അവരുടെ ക്യാബിൻ മറികടന്ന് പോയി ഞാൻ മാനേജ്മെൻറ്റിനോട് കംപ്ലൈൻറ്റ് ചെയ്തു എന്നാണ്. എന്തുകൊണ്ട് ആ പെൺകുട്ടികൾ നൽകിയ പരാതി ഞാൻ അവരോട് കൊടുക്കാതെ മാനേജ്മെന്റിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും നോക്കുമ്പോഴും അവരും ആ അധ്യാപകനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അവരുടെ മകനെ പോലെ അവർ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കെതിരായിട്ടുള്ളൊരു പരാതി ഞാൻ ആ ക്യാബിനിൽ ചെന്ന് പറയുമ്പോൾ ഓക്കെ പറയാമെന്ന് വെക്കാം, അവർ മാത്രമാണ് ആ ക്യാബിനിലുള്ളതെങ്കിൽ. അതൊരു ഫ്രണ്ട്ലി ക്യാബിനാണ്. അവിടെ എപ്പോഴും കളിയും ചിരിയും ഭക്ഷണം പങ്കുവെക്കലും കഴിക്കലും അതൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നൊരു ക്യാബിനാണ്. ഇത്തരമൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം അവിടെ ചെന്ന് അവതരിപ്പിക്കാൻ ഒരിക്കലും പറ്റുമായിരുന്നില്ല. അപ്പോൾ ഞാൻ മാമിനെ മറികടന്ന് ബർസാർ അച്ഛന് പരാതി കൊടുത്തു. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ പരാതിയിന്മേലല്ല അദ്ദേഹത്തിനെ പുറത്താക്കിയത്. ഒരുപാട് പരാതികൾ ഉണ്ടായതുകൊണ്ടും മികച്ച മാനേജ്മെന്റ് ആയതുകൊണ്ടും നട്ടലുള്ള മാനേജ്മെന്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം പുറത്തായത്. അപ്പോൾ അന്ന് തൊട്ട് പക്ഷേ ഞാൻ അവിടെ നേരിട്ടത് ശാരീരിക പീഡനമായിരുന്നില്ല, മാനസിക പീഡനമായിരുന്നു.